സംഘടനകളുണ്ട്, കർഷക സംഘടനകളുണ്ട്, രാഷ്ട്രീയമില്ലാത്ത കർഷക സംഘടനകളുണ്ട്. ഇവരുടെയൊക്കെ DNA എടുത്ത് നോക്കിയാൽ കർഷകരുമായി ആഭിമുഖ്യമുള്ള, കർഷകർക്ക് വേണ്ടി നിലപാടുറപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അത് മാണി സാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം. റബ്ബർ കർഷകർക്ക് കൊടുത്തത് ഞാൻ അവിടെ വായിച്ചു. ഓരോ റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് കൊടുത്ത തുക 2070 കോടി രൂപ. 2070 കോടി രൂപയാണ് മാണി സാറിന്റെ ആ പദ്ധതി കൊണ്ട് റബ്ബർ കർഷകർക്ക് കൊടുത്തത്. വാർഡിന്റെ പ്രശ്നം വരും, റബ്ബറിന്റെ പ്രശ്നം വരും. ഇതൊക്കെ നമ്മൾ കേൾക്കണം. ചിലതിന് പരിഹാരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ, കേന്ദ്ര തലത്തിൽ നമുക്ക് ഇടപെടേണ്ടി വരും. അതുകൊണ്ട് നിരവധിയായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, സമൂഹത്തിന്റെ വിഷയം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമുക്കൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടൊന്നും ജോസ് കെ മാണി എപ്പോഴും മാറ്റുന്നതല്ല. ഞാനൊരു നിലപാടെടുത്താൽ ആരെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ ഞാൻ ആ വാക്ക് എൻ്റെ കഴുത്ത് പോയാലും ഞാനത് പാലിച്ച് മുന്നോട്ട് പോകും.